ജെം സ്റ്റോൺസിന്റെ ഉള്ളിൽ കാണുന്ന ഇൻക്ലൂഷൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് ആക്ച്വലി പറയുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലെ കരട് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം, അല്ലെങ്കിൽ ഫ്ലോസ്. ഒരു ജെം സ്റ്റോൺ, നാച്ചുറൽ സ്റ്റോൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കലങ്ങിയതുപോലെ, അല്ലെങ്കിൽ മൈന്യൂട്ട് ഡോട്ടുകൾ, അല്ലെങ്കിൽ ക്രിസ്റ്റൽസ് പോലെയുള്ള സാധനങ്ങൾ, പിന്നെ ചില സ്പോട്ട്, ഇങ്ങനെയൊക്കെ നമുക്ക് സ്റ്റോണിൻ്റെ ഉള്ളിൽ കാണാൻ സാധിക്കും. അപ്പോൾ സാധാരണഗതിയിൽ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരാള് നമ്മൾ ഈ സ്റ്റോൺ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇതൊരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കൂടെയാണ്. അപ്പോൾ ഈ ഇൻക്ലൂഷൻസ് കാണുന്ന സമയത്ത് അതൊരു ക്വാളിറ്റി കുറഞ്ഞ സ്റ്റോൺ ആയിട്ടാണ് അവർ പെട്ടെന്നത് ചിന്തിക്കുന്നത്. പക്ഷെ ആക്ച്വലി അത് പറയുകയാണെങ്കിൽ നാച്ചുറൽ സ്റ്റോണിൻ്റെ അകത്ത് ധാരാളം ഇതേപോലെയുള്ള ഫ്ലോസ് വരുന്നുണ്ട്. അതിനുള്ളൊരു കാരണം ഇത് ഭൂമിയുടെ അടിത്തട്ടിൽ വെച്ച് വളരെ ടെമ്പറേച്ചറും പ്രഷറിലൊക്കെ പല പല മിനറൽസിന്റെ കൂടിച്ചേരൽ വഴിയൊക്കെ ഉണ്ടാകുന്ന ഒരു സ്റ്റോൺസ് ആണ്. അപ്പൊ ആ സമയത്ത് ധാരാളം ഫോറിൻ ബോഡീസ്, അതേപോലെ മറ്റ് മിനറൽസ് ലിക്വിഡ് രൂപത്തിൽ അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റിൽ, അതേപോലെ ഗേഷ്യസ് സ്റ്റേറ്റിലൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വന്ന് ട്രാപ്പ് ചെയ്യപ്പെടാറുണ്ട്. ഇത്തരം വസ്തുക്കളാണ് ഇൻക്ലൂഷനായിട്ട് നമുക്ക് കാണുന്നത്. അപ്പോൾ ഒരു നാച്ചുറൽ സ്റ്റോൺ ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ഫീച്ചർ കൂടെയാണ് ഈ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി അതൊരു സ്റ്റോണിന്റെ നമുക്ക് സോൾ എന്നൊക്കെ പറയാം, ഒരു ആത്മാവ് എന്നൊക്കെ പറയും. അപ്പോൾ ഇത്തരം ഇൻക്ലൂഷൻസ് നോക്കിയിട്ടാണ് നമ്മൾ പല സ്റ്റോണുകളും ജെമോളജിക്കലി അല്ലെങ്കിൽ ലാബിലൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. പല പല സ്റ്റോൺസിനും പെക്യുലർ ആയിട്ടുള്ള ഇൻക്ലൂഷൻസ് വരെ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എമറാൾഡ് പോലെയുള്ള, അപ്പോൾ ഈ ഒരു എമറാൾഡ് പോലെയൊക്കെയുള്ള സ്റ്റോൺ നോക്കുന്ന സമയത്ത് അതിൽ ധാരാളം ക്ലീവേജസ് അല്ലെങ്കിൽ ഫ്രാക്ചേഴ്സ്, പിന്നെ ബ്ലാക്ക് ഡോട്ട്സ്, അങ്ങനെ വളരെ കലങ്ങിയിട്ടുള്ള ഒരു രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എമറാൾഡൊക്കെ വളരെ പ്യുവർ ആൻഡ് ക്ലീൻ ആയിട്ട് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ക്ലീവേജസ്, ഫ്രാക്ചേഴ്സ്, പിന്നെ ബയോട്ടൈറ്റ്, മസ്കോവൈറ്റ് ഒക്കെ പോലെയുള്ള ധാരാളം ബ്ലാക്ക് കളേർഡ് മിനറൽസ് ഒക്കെ ഇതിൽ എൻട്രാപ്പ് ചെയ്യപ്പെടും ഉണ്ടാകുന്ന സമയത്ത് തന്നെ. ഇത് ഭൂമിയുടെ അടിയിൽ നിന്ന് തന്നെ സംഭവിക്കുന്നതാണ്. പിന്നെ ഡയമണ്ട്സ് നമ്മൾ വാങ്ങുന്ന സമയത്ത് ബ്ലാക്ക് ഡോട്ട്സ്, ഡയമണ്ട് നിങ്ങൾക്ക് അറിയാം കാർബണിന്റെ പ്യുവറസ്റ്റ് ഫോം ആണ്. അപ്പോൾ ഇത് ഉണ്ടാകുന്ന സമയത്ത് തന്നെ ചില ഈ അൺകൺവേർട്ടഡ് ആയിട്ടുള്ള ബ്ലാക്ക് കാർബൺസിന്റെ ഡോട്ടുകൾ ഇതിൻ്റെ ഉള്ളിൽ കാണപ്പെടാം. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് സംശയാസ്പദമാകാനും അതേപോലെ തന്നെ ഒന്ന് മടിക്കാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ അതൊരിക്കലും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് സ്റ്റോണ് മനസ്സിലാക്കാൻ, നാച്ചുറൽ സ്റ്റോൺ ആണ് എന്നുള്ളതിന്റെ ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ കൂടെയാണ്. അപ്പോൾ ഒരു ജെം സ്റ്റോൺ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഇൻക്ലൂഷൻ കണ്ട് അത് അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നോക്കിക്കൊണ്ട് നമുക്ക് പ്യുവർ ആയിട്ടുള്ള നാച്ചുറൽ സ്റ്റോണ് സെലക്ട് ചെയ്യാൻ കൂടെ സാധിക്കും.